നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാകേഷ് ദ കൺസൾട്ടന്റ്. മണി നൗ, ലേറ്റർ ആൻഡ് ഫ്യൂച്ചർ. വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. മണി നൗ, ലേറ്റർ ആൻഡ് ഫ്യൂച്ചർ. ആരൊക്കെയാണ് അത്തരത്തിൽ പണം സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ മണി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും നൗ, ലേറ്റർ, ഫ്യൂച്ചർ എന്ന ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു തൊഴിലടിസ്ഥാനത്തിൽ അതിനെ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും ഡെയിലി വേജസ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത ഉടനെ തന്നെ അതിന് റിവാർഡ് കിട്ടുന്ന, അതിന് പേയ്മെന്റ് കിട്ടുന്ന വിഭാഗക്കാരെയാണ് മണി നൗ എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മണി നൗവിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ആളുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് മണി ലേറ്റർ. ഒരു ജോലി കണ്ടിന്യൂസ് ആയി ഏതാനും ദിവസങ്ങൾ ചെയ്താൽ മാത്രം പേയ്മെന്റ് ലഭിക്കുന്ന വിഭാഗക്കാരാണ്, മാസ ശമ്പളക്കാരാണ് ഈ മണി ലേറ്റർ വിഭാഗത്തിൽ പെടുന്നത്. മണി ലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? അവർ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നു, ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ അവർക്ക് സാലറി ലഭിക്കുന്നു. ആ ഒരു സാലറിയിൽ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ദിവസം ലഭിക്കുന്ന പേയ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ എൻറ്റയർ ലൈഫും പ്ലാൻ ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തൊരു വിഭാഗമാണ് മണി ഫ്യൂച്ചർ. ഫ്യൂച്ചർ മണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. അത് പ്രധാനമായും ഓൺടർപ്രണേഴ്സ് ആണ്, ബിസിനസ്സുകാരാണ്. അവരെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ കൂടെ ആണ് വളരുന്നത് എങ്കിലും, അതായത് മണി നൗവും മണി ഫ്യൂച്ചറും, മണി നൗവും മണി ലേറ്ററും വഴിയാണ് ഓൺടർപ്രണർഷിപ്പിലേക്ക് എത്തുന്നത്. ആ ബിസിനസ് വളർത്തിയെടുക്കുന്നത് മണി ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അതായത് ഒരു സർട്ടൻ പീരീഡിലെ എഫേർട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ശ്രദ്ധ ഒരു ബിസിനസ്സിലേക്ക് കുറച്ചു കാലം കൊടുത്തുകൊണ്ട് അതിനെ ക്രമേണ അതിനെ സിസ്റ്റമൈസ് ചെയ്ത് ആ സിസ്റ്റം ക്യാഷ് ഇട്ട് കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ലാഭത്തിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ലഭിച്ചേക്കാവുന്ന ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് മണി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ജീവിത രീതി, അവർ പ്ലാൻ ചെയ്യുന്നതെല്ലാം ഈ രീതിക്ക്, ഈ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്കത് കാണാൻ കഴിയും. വളരെ വയസ്സായ ഒരു 10, 60, 70 ഒക്കെ വയസ്സ് കഴിഞ്ഞ അച്ഛന്മാരൊക്കെ പല മാളുകളിലും പല ഷോറൂമിന് മുന്നിലൊക്കെ രാത്രിയും പകലും ഒക്കെ സെക്യൂരിറ്റി ജീവനക്കാരായി നിൽക്കുന്നതാണ്. ഞാൻ അവരെ ഒരു ഉദാഹരണമായി പറഞ്ഞെന്ന് മാത്രം. അത്തരം രീതിയിൽ തനിക്ക് ഇനി ഒരു ക്രിയേഷൻ, മണി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കിട്ടുന്നത് എന്തുകൊണ്ടെങ്കിലും ജീവിക്കുക, അല്ലെങ്കിൽ മരണം വരെയും പണി ചെയ്യുക എന്ന രീതിയിൽ, ജോലി ചെയ്യുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാറ്റഗറിയെ കാണാം. അവര് എന്താണ്, മണി നൗവിന് വേണ്ടി മാത്രം പണിയെടുത്ത് ഫ്യൂച്ചറിസ്റ്റിക്കായി മാറ്റിവെക്കാൻ അവർക്കില്ലാതെ, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ കഴിയാതെ, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് തീർത്ത് എന്നാൽ പോലും വിശ്രമിക്കാനൊരു അവസരം ലഭിക്കാത്ത, പണത്തിനെ കുറിച്ച് ഒരു ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ആവശ്യങ്ങളും എല്ലാം നൗവായിരിക്കും. ഇപ്പൊ നടക്കണം. പലതും ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് പലപ്പോഴും അവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മണി നൗവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ. അതുകൊണ്ട് പരമാവധി കാര്യങ്ങള് കടം വാങ്ങിച്ചുമൊക്കെ ചെയ്യും, പിന്നീട് വരുന്നത് വെച്ച് കാണാം എന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയി കിട്ടുന്ന
സാലറിക്കകത്ത് ജീവിച്ച് മക്കളെയും അവരോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുള്ള പല വ്യക്തികളും അവര് ജീവിതത്തിലൊരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മക്കളെ ആശ്രയിച്ചിട്ടായിരിക്കും അവരുടെ ജീവിതം. മക്കൾ നൽകുന്ന പണം അല്ലെങ്കിൽ മക്കളുടെ സംരക്ഷണത്തിലായിരിക്കും ഈ വ്യക്തികളുടെ മണി ലേറ്ററിന് വേണ്ടി ജീവിച്ച് ആ മണി ലേറ്ററിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തികളുടെ ജീവിത രീതി ഒരു അവസാന കാലഘട്ടത്തിൽ ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് റിട്ടയർമെന്റ് ലൈഫിലാണെങ്കിൽ പോലും, ഈവൻ ഉയർന്ന വയസ്സുകളിലാണെങ്കിൽ പോലും പല രാജ്യങ്ങളിലേക്കും വിനോദയാത്രകളിലും മറ്റുമൊക്കെ ഏർപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ട് മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന, പണത്തിനെ കുറിച്ച് ആശങ്കപ്പെടാതെ തന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിതത്തിനെ കെട്ടിപ്പടുത്തുള്ള വ്യക്തികളുണ്ടാവും. അവർ ഫ്യൂച്ചറിസ്റ്റിക്കായി പണത്തിനെ കൈകാര്യം ചെയ്തതും ഫ്യൂച്ചറിസ്റ്റിക്കായി കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുള്ളതുമായ വ്യക്തികളാണ്. അവരതുകൊണ്ട് തന്നെ കൃത്യമായ റിട്ടയർമെന്റ് പ്ലാനുകളും മണി ക്രിയേറ്റ് മോർ മണി എന്ന രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, ജീവിതത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അവർ കൃത്യമായ ഒരു ക്യാഷ് ഫ്ലോ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ മണി ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികൾ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് മണി നൗവും മണി ലേറ്ററും മണി ഫ്യൂച്ചറും നമുക്ക് വേണം. അത്തരം രീതിയിൽ എങ്ങനെ ലൈഫിനെ പ്ലാൻ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ രീതിയിൽ ഒരു ക്യാഷ് ഫ്ലോ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുക. മണി നൗവും മണി ലേറ്ററും വഴി മണി ഫ്യൂച്ചറിലേക്ക് പണത്തിനെ കുറിച്ച് ആശങ്കപ്പെടാൻ ആ ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. പുതിയ പുതിയ അവസരങ്ങളെ കുറിച്ച് ഉള്ള ഞങ്ങളുടെ വെബിനാറുകളിൽ പങ്കെടുക്കാം. ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.